ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4th ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നോക്കുന്നത്. ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടയർമെൻ്റ് ആണ് നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്ണറിന് ഡെത്ത് സംഭവിച്ചാൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നോക്കാം. എ, B and C are partners sharing profit and losses in the ratio of 2:1. Their balance sheet as on 31st December 2018 as follows. Liability side, sundry creditors 5,000, bills payable 2,000, general reserve 3,000. Then capitals: A 10,000, B 8,000, C 7,000. Total capital 25,000. Then asset side, cash 1,000 rupees, bills receivable 1,500, stock 12,500, debtors 15,000, furniture 5,000. So balance sheet total എന്ന് പറയുന്നത് 35,000. എ, ബി ആൻഡ് സി ആണ് പാർട്ട്നേഴ്സ്. അവരുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. സി ഡൈഡ് ഓൺ 1st February 2019. ഹിസ് ലീഗൽ ഹയേഴ്സ് വെയർ എൻറ്റൈറ്റിൽഡ് ഫോർ ദ ഫോളോയിങ്: his capital on the date of death, his share of profit to the date of death calculated on the basis of previous year's profit, his share of goodwill. The total of the business was valued at 2 years' purchase of average profit of the last 3 completed years. The profit were 8,000, 13,000, 15,000 respectively. Share in profit or loss arising out of revaluation of asset and liabilities. The asset were revalued as under: stock at 12,000, furniture rupees 4,000, and provision for bad debts was made at 5% on debtors. The firm had taken a joint life policy of rupees 25,000, the annual premium being charged to profit and loss account every year. Write the necessary accounts and ascertain the share of the executors of the deceased. Give balance sheet of the continuing partners. ഇവിടെ സി മരിക്കുന്നത് 1st February 2019 പറയുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നു. പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ദെൻ അദ്ദേഹം അസറ്റ്സ് റീവാല്യൂ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു ജോയിൻറ്റ് ലൈഫ് പോളിസിയെ പറ്റിയും പറയുന്നുണ്ട്. ഒരു 25,000 ജോയിൻറ്റ് ലൈഫ് പോളിസിയെ പറ്റിയും പറയുന്നുണ്ട്. ശരിക്കും ഈ റിട്ടയർമെൻറ്റും ഡെത്തും തമ്മിൽ നമ്മൾ ഒന്ന് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏകദേശം അക്കൗണ്ട്സ് എല്ലാം നമ്മൾ സിമിലർ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. 2-3 പോയിൻറ്റ്സ് മാത്രമാണ് ഈ ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഡെത്ത് സംഭവിച്ച ആ പാർട്ട്ണറിനുള്ള എമൗണ്ട്, ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഡെത്ത് സംഭവിക്കുമ്പോൾ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ഒരു ഡിഫറൻസ്. അതായത് ഫേമിന് ഡെത്തായ പാർട്ട്ണറിന് കൊടുക്കാനുള്ള എമൗണ്ട് അന്നേരം തന്നെ, അതായത് ഫുൾ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ എമൗണ്ട് നമ്മൾ എക്സിക്യൂട്ടീവ്സിൻ്റെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ടത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും. ഇത് നമ്മുടെ എൻട്രി നമുക്ക് പിന്നീട് നോക്കാം. അത് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ അസറ്റ് റീവാല്യൂ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റോക്കാണ് റീവാല്യൂ ചെയ്തതായിട്ട് കാണിക്കുന്നത്. 12,000 ആണ് റീവാല്യൂ ചെയ്തപ്പോഴത്തെ വാല്യൂ. പക്ഷേ ബാലൻസ് ഷീറ്റിൽ 12,500 ആണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞു. സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് എന്ന് എഴുതി 500 കാണിക്കുന്നു. അതുപോലെ തന്നെ ഫർണിച്ചർ റീവാല്യൂ ചെയ്യുന്നുണ്ട് 4,000. പക്ഷേ ഫർണിച്ചറിൻ്റെ ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് എത്രയായിരുന്നു? 5,000. സോ 1,000 കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. സോ വീണ്ടും ഫർണിച്ചർ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു 1,000 എന്ന്. ദെൻ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്സ് പറയുന്നുണ്ട്. ഡെറ്റേഴ്സ് 15,000 ആണ്. അതിൻ്റെ 5% ആണ് എന്ത് പ്രൊവിഷനായിട്ട് പറയുന്നത്. അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. 1,500 × 5/100 750 ആയിട്ട് കാണിക്കുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാനായിട്ട് ലയബിലിറ്റിയുടെ ഒന്നും പറയുന്നില്ല നമ്മളോട്. അസറ്റ്സ് മാത്രമേ വാല്യൂ കുറയുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ. സോ ലോസ് ആണ് വരുന്നത്. ലോസ് ആർക്കൊക്കെ കൊടുക്കണം? എയ്ക്കും ബിക്കും സിക്കും 2:1 എന്ന റേഷ്യോയിൽ കൊടുക്കുന്നു. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 2,250 ആണ്. അതാണ് ലോസ്, റിവാലുവേഷൻ ലോസ്. സോ അത് 2:1 കൊടുക്കുമ്പോൾ എയ്ക്ക് കിട്ടുന്നത് 9,000. എയുടെ ക്യാപിറ്റലിലേക്ക് പോകുന്ന ലോസ് 9,000.
900, ബിക്ക് 900, സിക്ക് 450. സോ ടോട്ടൽ വരുന്ന ലോസ് 2250. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എയ്ക്കും ബിക്കും സിക്കും ക്യാപിറ്റലിലേക്ക് പോകുന്ന ലോസ്. ഇനി നമുക്ക് ഗുഡ് വില്ലും പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗുഡ് വില്ല് ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 2 years പർച്ചേസും ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ പ്രോഫിറ്റ് 3 yearsലേത് എത്രയാണ്? 8,000 പ്ലസ് 13,000 പ്ലസ് 15,000 36,000. ദെൻ ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് കാണുക. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 36,000 by 3 12,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. ദെൻ ഗുഡ് വിൽ 2 years പർച്ചേസിൻ്റെ ആണല്ലോ കാണേണ്ടത്. സോ 12,000 ഇൻറ്റു 2 24,000 ആണ് ടോട്ടൽ ഗുഡ് വില്ല്. ഇനി സിയുടെ ഷെയർ എന്ന് കാണിക്കണം. 2:2:1 ആണല്ലോ ഇവരുടെ ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. സോ സിയുടെ ഷെയർ എന്ന് പറയുമ്പം 24,000 ഇൻറ്റു 1/5. സോ 4,800 ആണ് മരിച്ചുപോയ, അതായത് ഡെത്ത് സംഭവിച്ച സിക്കുള്ള ഗുഡ് വിൽ എന്ന് പറയുന്നത് 4,800. ദെൻ ഇനി നമുക്ക് പ്രോഫിറ്റ് നോക്കാം. ഇതിൻ്റെ ഡെത്ത് സംഭവിച്ച ആ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റാണ് കാണേണ്ടത്. അതായത് ഡെത്ത് സംഭവിക്കുന്നത് 1 February നമ്മൾ ബാലൻസ് ഷീറ്റ് ഇതിന് മുമ്പുള്ള പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 31 December വരെയുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റ മന്തിലെ 1 monthലിയാണ് പ്രോഫിറ്റ് കാണേണ്ടത്. പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ് ഇത് പ്രോഫിറ്റ് കാണേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. സോ തൊട്ട് മുമ്പിലുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15,000 ആണ്. അപ്പോൾ സോ സിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 1 monthലേതാണല്ലോ കാണേണ്ടത്. 15,000 ഇൻറ്റു 1/12 ഇൻറ്റു 1/5. സോ 250 ആണ് സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. അതായത് 15,000 ഇൻറ്റു 1/12 ഇൻറ്റു ഇദ്ദേഹത്തിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 1/5. സോ 250 ആണ് സിക്ക് കിട്ടേണ്ട പ്രോഫിറ്റ്. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എയുടെയും ബിയുടെയും സിയുടെയും ഒരുമിച്ചാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, ബാലൻസ് ഡ്രോ ഡൗൺ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റൽ എയ്ക്ക് 10,000, ബിക്ക് 8,000, സിക്ക് 7,000. ദെൻ അവിടെ ഒരു ജനറൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ട് 3,000 rupees. സോ അത് 2:2:1 അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. എയ്ക്ക് 1,200, ബിക്ക് 1,200, സിക്ക് 600. ദെൻ ഇനി നമ്മൾ സിക്ക് ഗുഡ് വിൽ കൊടുക്കണമല്ലോ. അത് എയും ബിയും കൂടിയാണല്ലോ കൊടുക്കേണ്ടത്. സോ എയും ബിയും കൂടി 2:2, അതായത് 1:1 എന്ന റേഷ്യോയിൽ കൊടുക്കുന്നു. എ കൊടുക്കുന്നത് 2,400, ബി കൊടുക്കുന്നത് 2,400. അത് സിയുടെ കോളത്തിലാണ് വരേണ്ടത്. സിക്കാണല്ലോ കിട്ടുന്നത്. ആരൊക്കെ കൊടുക്കുന്നത്? എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും 2,400 ഈച്ച് അവർ കൊടുക്കുന്നു. ദെൻ പി ആൻഡ് എൽ സസ്പെൻസ് അക്കൗണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. 250 rupees. അത് കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ, നമ്മൾ റിട്ടയർമെൻറ്റ് പ്രോബ്ലം ചെയ്തപ്പോൾ ഇത് പറഞ്ഞതാണ്. അതായത് 1 monthൽ നമ്മളൊരു പ്രോഫിറ്റ് കണ്ടുപിടിച്ചല്ലോ. അത് ഡെത്ത് സംഭവിക്കുന്ന ആ 1 monthലുള്ള പ്രോഫിറ്റ്, ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 250 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇൻ്ററിം ഒരു സമയത്ത് മരിച്ചു പോകുന്നതുകൊണ്ടാണ് നമ്മൾ പി ആൻഡ് എൽ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ പി ആൻഡ് എൽ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ജോയിൻറ്റ് ലൈഫ് പോളിസി ഉണ്ടെന്ന് പറഞ്ഞു. സിയുടെ മരണത്തോടെ അത് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ അത് 2:2:1 അത് എയും ബിയും സിയും കൂടെ വീതിച്ചെടുക്കുന്നു. സോ ജോയിൻറ്റ് ലൈഫ് പോളിസിയുടെ എക്ക് കിട്ടുന്നത് 10,000, ബി 10,000, സി 5,000. സോ ക്രെഡിറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് പോകാം. അവിടെ റീവാലുവേഷൻ ലോസ് ആണ്. എക്ക് 900, ബിക്ക് 900, സിക്ക് 450. ദെൻ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഗുഡ് വിൽ കൊടുക്കുമല്ലോ നമ്മൾ. ആരൊക്കെ കൂടിയാണ് കൊടുക്കുന്നത്? എയും ബിയും. അത് അവരുടെ എയുടെയും ബിയുടെയും അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യണമല്ലോ. സോ സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് എക്ക് 2,400, ബിയും ബിയുടെ കൊളത്തിലും 2,400. ഇനി നമുക്ക് ഓരോരുത്തരുടെയും അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. എയുടെ ടോട്ടൽ വരുന്നത് 21,200, ബിക്ക് വരുന്നത് 19,200, സിയുടെ കോളം ടോട്ടൽ വരുന്നത് 17,650. എയുടെയും ബിയുടെയും ബാലൻസ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യുകയാണ്. സോ അവർ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സാണ്. അവരുടെ ബാലൻസ് വരുന്നത് 17,900 എയുടേത്, ബിയുടേത് വരുന്നത് 15,900. പക്ഷേ നമ്മൾ സിയുടെ എമൗണ്ട് ബാലൻസ് ചെയ്ത് വരുന്ന എമൗണ്ട് എങ്ങോട്ട് മാറ്റും? എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും. സോ സിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 17,200 ആണ്. സോ അത് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് 17,200 മാറ്റുന്നു. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് സിയുടെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് ഇത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ എൻട്രി ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് സിയുടെ ക്യാപിറ്റലിൽ നിന്നാണല്ലോ പോകുന്നത്. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് 17,200 എന്നാണ് എൻട്രി വരുന്നത്. ഇനി നമ്മളൊരു സിയുടെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കാണിക്കുകയാണ്. ആ ആളുടെ ഡെബിറ്റ് സൈഡിൽ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് 17,200 എന്ന് കാണിക്കുന്നു. ദെൻ ക്യാഷ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പോഴത്തെ സൈഡിലേക്ക് ആ എമൗണ്ട് മാറും. ഇനി നമുക്ക് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സായ എയുടെയും ബിയുടെയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അസറ്റ് സൈഡ് നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് 1000, ബിൽസ് റിസീവബിൾ 1500, സ്റ്റോക്ക് റീവാല്യൂ ചെയ്ത എമൗണ്ട് 12,000, ഡെപ്റ്റേഴ്സ് 15,000 ആയിരുന്നു. അതിൽ നിന്ന് പ്രൊവിഷൻ 750 കുറയ്ക്കുന്നു 14,250, ഫർണിച്ചർ റീവാല്യൂ ചെയ്ത എമൗണ്ട് ആണ് 4,000. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ട്. അതിനൊരു പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് അസറ്റായിട്ട് കാണിക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് 250. ദെൻ ജോയിൻറ്റ് ലൈഫ് പോളിസി റിസീവബിൾ, അത് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട്, കിട്ടിയ എമൗണ്ട് ആണല്ലോ, അത് അസറ്റായിട്ട് കാണിക്കുന്നു 25,000. ഇതാണ് അസറ്റ് സൈഡിലുള്ളത്. ദെൻ ലയബിലിറ്റി സൈഡിലേക്ക് പോകാം. സൺട്രി ക്രെഡിറ്റേഴ്സ് 5,000, ബിൽസ് പേയബിൾ 2,000. ഇനി ഒരു സിയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലുള്ള നമ്മുടെ ലയബിലിറ്റി ആണല്ലോ, ആ അക്കൗണ്ട് എമൗണ്ട് എഴുതുക 17,200. അതിപ്പോൾ കൊടുക്കാത്തത് കൊണ്ടാണ് സി എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് 17,200. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എയ്ക്കും ബിക്കും ബാലൻസ് ക്യാരിഡ് ഓൺ ചെയ്തില്ലേ, അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള എയുടെയും ബിയുടെയും ക്യാപിറ്റൽ. സോ അത് എഴുതുക. എ 17,900, ബി 15,900. എയുടെയും ബിയുടെയും ടോട്ടൽ ക്യാപിറ്റൽ 33,800. സോ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ വരുന്നത് 58,000 ആണ്. ഇതാണ് എയുടെയും ബിയുടെയും ബാലൻസ് ഷീറ്റ്. ഇതിൽ നമ്മൾ റിട്ടയർമെൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന്, ജോയിൻറ്റ് ലൈഫ് പോളിസി റിസീവബിൾ വന്നു അസറ്റ് സൈഡിൽ. പി ആൻഡ് എൽ സസ്പെൻസ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ അതിലും കാണിച്ചിട്ടുള്ളതാണ്. ദെൻ ലയബിലിറ്റി സൈഡിൽ സിയുടെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് വന്നു. ഇതാ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ബാക്കിയെല്ലാം തന്നെ റിട്ടയർമെൻറ്റിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കണക്കുകളെല്ലാം ഞാൻ ചെയ്ത് തരുന്ന കണക്കുകളെല്ലാം ഞാൻ ഈ പറയുമ്പോൾ കേൾക്കുന്നത് കൂടാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.